മദ്രസക്ക് ഒരു പ്രാവശ്യം പോകുന്നുണ്ട്, മദ്രസ വിട്ട് സ്കൂൾക്ക് ഒരു പ്രാവശ്യം വരുന്നുണ്ട്, സ്കൂൾക്ക് പോകുന്നുണ്ട്, സ്കൂൾ വിട്ട് വരുന്നുണ്ട്. അതിനൊന്നും ഒരു വഴിയില്ല. അപ്പൊ ഞങ്ങൾക്കൊരു ഓവുപാലങ്ങളിൽ ഇറങ്ങാം. വികസനത്തിൽ പേര് പറഞ്ഞ് വസന്തമാളിക മേടയിലിരുന്നു, അധികാരത്തിൽ അസ്ത്രം കാട്ടി പാവം വെറുതെ വഞ്ചിച്ച വികസനത്തിൻ പേര് പറഞ്ഞ് രണ്ടത്താണിയെ രണ്ടാക്കുന്ന ഞങ്ങളെ ആവശ്യം അംഗീകരിക്കൂ. ഞങ്ങൾക്ക് വേണം നടപ്പാത, ഞങ്ങൾക്ക് വേണം നടപ്പാത. സിന്ദാബാദ് 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 ജനകീയ സമരം സിന്ദാബാദ്.
ജനകീയ സമരം സിന്ദാബാദ്. ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്. ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്. സമരത്തിന്റെ രൂപം മാറൂ. സമരത്തിന്റെ രൂപം മാറൂ. സമരത്തിന്റെ രൂപം മാറൂ. സമരത്തിന്റെ രൂപം മാറൂ. കാറ്റുമാറിക്കൊടുങ്കാറ്റാകും. 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 തീപ്പരിമാറി തീബന്ധമാകും. തീപ്പരിമാറി തീബന്ധമാകും. നാഷണൽ ഹൈവേ അധികാരികളെ. നാഷണൽ ഹൈവേ അധികാരികളെ. കണ്ണു തുറക്കോ ഞങ്ങളുടെ ആവശ്യം. നടപ്പാതയുടെ ആവശ്യം. അംഗീകരിക്കോ അധികാരികളെ. അംഗീകരിക്കോ അധികാരികളെ. സാക്ഷി ചരിത്രം സാക്ഷി. ചരിത്രം സാക്ഷി. അപ്പുറത്താണ് ഞങ്ങൾ ഗവൺമെന്റ് സ്കൂളിലാണ് ഞങ്ങളെ കുട്ടികൾ പഠിക്കുന്നത്. ഗവൺമെന്റ് സ്കൂൾ വിചാരിച്ച് മാത്രം ഞങ്ങൾ സ്കൂളിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ഒന്നുമില്ല ഞങ്ങൾ വിട്ടിട്ടുള്ളത്. എന്നിട്ട് ഞങ്ങൾ ഗവൺമെന്റ് സ്ഥാപനം തൊട്ടടുത്ത് ഈ രണ്ടത്താണി തൊട്ടടുത്ത ഭാഗത്ത് തന്നെയാണ്. എന്നിട്ട് ഞങ്ങൾക്കൊരു നടക്കാനുള്ള ഒരു വഴി പോലും ഞങ്ങൾ ഇതുവരെ ഞങ്ങളെ ശരിയാവും എന്നുള്ള രീതിയിൽ ഞങ്ങളെ ഉറക്കി കിടത്തുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ പലരും പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാന്നല്ല, ഞങ്ങൾക്കുള്ള അവകാശം നേടിയെടുക്കണം. അത് ആരെങ്ങനെ എന്ത് ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്കറിയണം. ഞങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് സ്കൂളിലേക്ക് പോകാൻ ഒരു വഴി വേണം ഞങ്ങളുടെ കുട്ടികൾക്ക്. ഞാനൊരു പ്രീ പ്രൈമറിയിൽ പഠിക്കുന്ന കുട്ടീനെ പിടിച്ചിട്ടാണ് ഈ ഒരു ഇത് ചാടി കടന്നു പോണത്. ഇനി ഞങ്ങൾ എങ്ങനെ തിരിച്ചു വരണമെങ്കിൽ ഇനിയിപ്പോൾ ആ വഴി മൂച്ചിക്കൂടി വരികയാണെങ്കിൽ ഞങ്ങൾ അതിലൂടെ കടന്ന് ഇങ്ങോട്ട് തിരിച്ചു വരണ്ടേ. ഇത് വഴിയാണ് ഞങ്ങളെ വീട്. എത്ര ദൂരം സഞ്ചരിക്കണം ഞങ്ങൾ. പിന്നെ ഇതും പോരായിട്ട് ഞങ്ങളുടെ സ്കൂളിൽ ഒരുപാട് പാവപ്പെട്ട കുട്ടികളാണ് പഠിക്കുന്നത്. ഗവൺമെന്റ് സ്ഥാപനമാണല്ലോ, ഒരുപാട് പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് PTA ഫണ്ട് പോലും കൊടുക്കാൻ സാധിക്കാത്ത കുറേ കുട്ടികളുണ്ട്. അവർ ഞങ്ങളാണ് ടീച്ചേഴ്സാണ് ചേർത്ത് പിടിച്ച് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എങ്ങനെ ഇനി മുന്നോട്ട് ഞങ്ങളെ സ്കൂളിലേക്ക് പോകാൻ പറ്റും? ഞങ്ങളുടെ സ്കൂളിലേക്ക് വരണമെങ്കിൽ അവർക്ക് ഒന്നുകിൽ വണ്ടി ഏൽപ്പിക്കണം. സാമ്പത്തികമായിട്ട് കഴിയാത്ത ഒരുപാട് കുട്ടികളുണ്ട് ഞങ്ങളുടെ സ്കൂളിൽ. അപ്പോൾ എനിക്ക് വേണ്ടത് എൻ്റെ കുട്ടിയേക്കാൾ എൻ്റെ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു മാർഗം, ഒരു വഴി ഉണ്ടാവണം, നടക്കാനുള്ള ഒരു വഴി ഉണ്ടാവണം. മുമ്പെന്ന് പറഞ്ഞ ചേട്ടാ ഈ തലമുറ ചേട്ടാ മാറാൻ പറഞ്ഞു റോഡ് മുറിച്ച് നടക്കാനായി ആവശ്യം അംഗീകരിക്കണം. ആവശ്യം അംഗീകരിക്കണം. അവകാശങ്ങൾ സമരത്തിന്റെ ഭാവം മാറും. കാറ്റുമാറി കൊടുങ്കാറ്റാകും. കാറ്റുമാറി കൊടുങ്കാറ്റാകും. കാറ്റുമാറി കൊടുങ്കാറ്റാകും. കാറ്റുമാറി കൊടുങ്കാറ്റാകും. തീപ്പരിമാറി തീബന്ധമാകും. തീപ്പരിമാറി തീബന്ധമാകും. തീപ്പരിമാറി തീബന്ധമാകും. തീപ്പരിമാറി തീബന്ധമാകും. വോട്ട് കളിച്ചോ അധികാരികളെ. വോട്ട് കളിച്ചോ അധികാരികളെ. വോട്ട് കളിച്ചോ അധികാരികളെ. വോട്ട് കളിച്ചോ അധികാരികളെ. ജനകീയ
സമരം സിന്ദാബാദ് ജനകീയ സമരം സിന്ദാബാദ് ജനകീയ സമരം സിന്ദാബാദ് ജനകീയ സമരം സിന്ദാബാദ് ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ് ആക്ഷൻ ഇവിടെ തന്നെ GP സ്കൂളിലെ ടീച്ചറാണ്. എൻ്റെ വീട് ഇവിടെ തന്നെയാണ്, ഈ അടുത്ത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചെറിയ കുട്ടികൾക്ക് അങ്ങോട്ട് കടക്കാൻ, അതായത് KG 4 വയസ്സ് 3 വയസ്സുള്ള മക്കളെയും കൊണ്ട് ഉമ്മമാർ അങ്ങോട്ട് കടക്കുക, അത് കഴിഞ്ഞ് അവരെയും കൊണ്ട് ഇങ്ങോട്ട് പാസ് ചെയ്യുക, ഇങ്ങനെയൊരു സംഗതി നടക്കുന്നത്. ഇതുവരെ അവർക്ക് നല്ല സൗകര്യമാണ്, മക്കൾക്ക് ഒറ്റക്ക് കടക്കാനും പോകാനൊക്കെ. ഇപ്പം അവർക്ക് രാവിലെ കൊണ്ടാക്കാനും കൊണ്ടുവരാൻ അവരെ കൂടെ നടക്കുന്നവർക്ക് തന്നെ കടക്കാൻ വഴിയില്ല. ഒരു ചെറിയ നടപ്പാതെങ്കിലും കിട്ടാതെ ഞങ്ങൾക്കൊന്നും അപ്പുറപ്പുറം കടക്കാനും പറ്റില്ല. അതേപോലെ പ്രായമായ ഉമ്മയാണ് പെണ്ണ് വീട്ടിലുള്ളത്. അവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഞങ്ങൾ എവിടെ കറങ്ങി വരണം, താങ്ങിയിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ഒന്ന് സ്റ്റെപ്പ് വെച്ച് റോഡ് കയറാൻ വയ്യാത്തൊരു ഉമ്മയാണ്. അപ്പോൾ അതിനും കൊണ്ട് പോകണമെങ്കിൽ മുച്ചക്ക വരെ കറങ്ങിയിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കണമെങ്കിൽ ഇത്ര അടുത്തുള്ള ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് വരണമെങ്കിൽ മുച്ചക്ക പോയി തിരിച്ചു വരണം. അപ്പോൾ അത് ഭയങ്കര മുച്ചക്ക കറക്കണമെങ്കിൽ ഞങ്ങൾക്ക് എവിടെ പോകണം, ചിലപ്പോൾ കൊടുക്കും താഴെ പോയിട്ട് കറങ്ങി വരണം. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ കുട്ടികൾക്ക്, ചെറിയ മക്കൾക്ക് ഗവൺമെന്റ് സ്കൂൾ അപ്പുറത്തുണ്ട്. ഏതൊരു സ്കൂളിലെടുത്തും ഒരു സൈൻ ബോർഡ് സ്ഥാപിച്ചു എല്ലാ സൗകര്യങ്ങളും എല്ലാ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗവൺമെന്റ് മാത്രം ഈ ഒരു സ്കൂൾ ഇത്ര അവഗണിച്ചു. അതേപോലെ മാർക്കറ്റിൽ പള്ളി പോകുന്ന കാര്യങ്ങൾ, അതൊക്കെ പ്രായമാരും എത്രയോ പേര് പള്ളിയിൽ പോകുന്നതാണ്. പള്ളികളൊക്കെ അപ്പുറത്ത്, മാർക്കറ്റ് അപ്പുറത്ത്. ഈ കുഞ്ഞു മക്കളും ധൈര്യത്തോടെ വലത്തിലൂടെ പോയതായിരുന്നു. ഇപ്പൊ അവർക്കൊന്നും അപ്പുറത്ത് കടക്കാനും വയ്യ. ഇങ്ങനൊരു അവഗണന ഈ സ്കൂളിനെതിരെ അത് ഞങ്ങളെ സ്കൂളിൽ വളരെ ബാധിക്കുകയും ചെയ്യും. കാരണം ഗവൺമെന്റ് സ്കൂളാണല്ലോ. അപ്പൊ ആ കടക്കാൻ പറ്റാത്ത സ്കൂളിൽ ഒരു ബോർഡ് പോലും സ്ഥാപിക്കാതെ, ഒരു വഴി പോലും സ്ഥാപിക്കാതെ ഈ അവഗണന അത് പ്രതിഷേധിച്ചേ പറ്റൂ. ഞങ്ങൾക്ക് ഒരു വഴിയെങ്കിലും ഒരു നടപ്പാതെങ്കിലും അനുവദിച്ചു കിട്ടണം. എല്ലാരും ഉള്ളോട്ട് വണ്ടി പോകാൻ ഇവിടെ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് മാറാക്കര പഞ്ചായത്താണ് ഒരു സൈഡിൽ വരുന്നത്, മറ്റേ സൈഡിൽ കൽപ്പഞ്ചേരി പഞ്ചായത്താണ്. ഈ മാറാക്കര പഞ്ചായത്തിൽ നിന്ന് അങ്ങോട്ട് കടക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വഴിയില്ല. ഞങ്ങൾ ഇന്നേക്ക് 402 ദിവസമായി ഈ വിഷയമായിട്ട് ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞു, പരാതികൾ കൊടുക്കാത്ത സ്ഥലങ്ങളില്ല. അപ്പോൾ ഇതിന് ശേഷം വന്ന എല്ലാ സ്ഥലത്തും ഇങ്ങനത്തെ വഴികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാത്രം എന്തുകൊണ്ടാണെന്ന് അറിയണില്ല, നമുക്കൊരു വഴി ഇവിടെ കിട്ടണില്ല. ഇവിടുന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് കോഴിക്കോട് ഭാഗത്ത് പോകാനുള്ള ബസ് സ്റ്റോപ്പ് ഇവിടെ ഉള്ളത്. ഓൾറെഡി കുട്ടികളെല്ലാം 1.5 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് വരുന്നത്. 1.5 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വന്നിട്ട് ഇവിടുന്ന് ബസ് കയറിയിട്ടാണ് പോകല്. ഇതിപ്പോൾ ഈ വഴി അടഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും 1.5 കിലോമീറ്റർ
മുകളിൽ പോയിട്ട് ബസ് സ്റ്റോപ്പ് കിട്ടുള്ളൂ. അതുപോലെ സ്കൂൾ കിടക്കുന്ന രണ്ടത്താണിന്റെ നേരെ ഓപ്പോസിറ്റ് 50 മീറ്റർ അപ്പുറത്താണ്. ഈ ഓൾറെഡി ചെറു കുട്ടികൾ വന്ന് 1.5 കിലോമീറ്റർ താഴോട്ട് നിന്ന് വന്നിട്ടാണ് ഈ സ്കൂൾക്ക് പോകുന്നത്. വീണ്ടും ഈ കുട്ടികൾ 1/2 കിലോമീറ്റർ മുകൾക്കും വീണ്ടും 1/2 കിലോമീറ്റർ താഴോട്ടും വരണം സ്കൂൾക്ക്. ഈ വിഷയം ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. എല്ലാവരുടെ അടുത്തും അവതരിപ്പിക്കാൻ സ്ഥലങ്ങളില്ല. അപ്പൊ കോടതിയിലാണ്. കോടതിയുടെ വിധി എന്താണ് ഉണ്ടാവുക എന്ന് അറിയാൻ പറ്റില്ല. ഇവിടെ വർക്ക് പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ വഴി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭാവി തലമുറ ഭയങ്കര അടങ്ങറിലാവും. അപ്പൊ ഞങ്ങൾക്ക് ഇത് എങ്ങനെയാലും ഒരു പരിഹരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ധർണ നടത്തിയിട്ടുള്ളത്. ജനകീയ ധർണ എല്ലാവരും ഉണ്ട്. ഇവിടെയുള്ള രണ്ടത്താണിക്ക് എല്ലാ വ്യക്തികളും എല്ലാ പാർട്ടിക്കാരും അതിൽ പങ്കെടുത്തിട്ടുണ്ട്.